हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम्। നമ്മൾ 34ഉം 35ഉം ശ്ലോകം ഒന്ന് ചൊല്ലും. നേരത്തെ പോലെ തന്നെ. ഇഷ്ടോ വിശിഷ്ടശിഷ്ടേഷ്ട ശിഖണ്ഡീനഹുഷോ വൃഷ ക്രോധഃ ക്രോധകൃത്കർത്ത വിശ്വബാഹുർമഹീധര അച്യുതഃ പ്രതിതഃ പ്രാണഃ പ്രാണദോ വാസവാനുജ അപാം നിധിരധിഷ്ഠാനം അപ്രമത്തഃ പ്രതിഷ്ഠിത. ഇന്നത്തെ നാമം തുടങ്ങുന്നത് 310 ശിഷ്ടേഷ്ട. ശിഷ്ടേഷ്ട എന്ന് വെച്ചാൽ നല്ലവരാൽ ഇഷ്ടപ്പെടുന്നവൻ, സജ്ജനങ്ങളാൽ ഇഷ്ടപ്പെടുന്നവൻ, സജ്ജനങ്ങൾ ഇഷ്ടപ്പെടുന്നവൻ. സദ്ഗുണ സമ്പന്നരായ ശിഷ്ടന്മാർക്ക് എന്നാണ് പറയുന്നത്. സജ്ജന സമ്പന്നന്മാരായ ശിഷ്ടന്മാർ, സജ്ജന സമ്പന്മാരായവരെയാണ് ശിഷ്ടന്മാരെ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ശിഷ്ടന്മാർക്ക് ഇഷ്ടപ്പെട്ടവനാണെന്ന് അർത്ഥം. അത്തരത്തിലുള്ള സജ്ജനങ്ങൾ അവരുടെ ജീവിതചര്യയിൽ അവർ ആത്മീയ ഉന്നമനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് അവരുടെ ഒബ്ജക്റ്റീവ്. നമ്മളെല്ലാ വ്യക്തികൾക്കും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവണമല്ലോ. പലവർക്കതില്ല, അത് വേറെ കാര്യം. നമുക്കാർക്കൊന്നതില്ല. രണ്ട് കാര്യമാണ് നമുക്ക് ഇല്ലാതെ പോയതും അത്യാവശ്യമായിട്ട് വേണ്ടതും ജീവിതത്തിൽ. ഞാൻ ആരാണ് എന്നുള്ള ബോധവും ഞാനിവിടെ എന്തിനാണ് വന്നതെന്നുള്ള ബോധവും. എന്താണ് എൻ്റെ ഡ്യൂട്ടി ഇവിടെ, ഞാൻ ആരാണ്, ഇത് രണ്ടും അറിയാതെ ജീവിതം നയിക്കാൻ പുറപ്പെട്ടാൽ അത് വ്യർത്ഥമായി കലാശിക്കും, വിപരീത ഫലം ഉണ്ടാക്കും. വിചാരിച്ച ഫലമൊന്നും കിട്ടിയെന്ന് വരില്ല. പൊട്ടഭാഗ്യത്തിന് ചിലപ്പോൾ കിട്ടിയെന്ന് വരും, അത് വേറെ കാര്യം. നമ്മുടെ പ്രയത്നം കൊണ്ട് ആ ഫലം കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഞാൻ ആരാന്നും അറിയില്ല, ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്നും അറിയില്ല. മനസ്സിലായോ? പക്ഷെ നേരെ മറിച്ച് ശിഷ്ടന്മാരുടെ ജീവിതചര്യ അങ്ങനെയല്ല, സജ്ജനങ്ങളുടെ ജീവിതചര്യ അങ്ങനെയല്ല. അവർ നല്ലവണ്ണം അറിഞ്ഞു വെച്ചിരിക്കുന്നു. ഞാൻ ആരാണെന്ന് അറിഞ്ഞില്ലെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന ഞാനല്ല എന്ന് അവർക്കറിയാം. ഏതാണ് ഞാൻ എന്നുള്ള പിടി കിട്ടിയിട്ടില്ലെങ്കിലും ഭൗതിക ജീവിതത്തിൽ നമ്മൾ എന്താ പറയുക, വ്യവഹാരം നടത്തുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഞാനല്ല, ഞാൻ അതിനപ്പുറത്തൊരു ഞാനുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടിരിക്കണം. ആ ഒരു സ്റ്റെപ്പ് കയറിയിട്ടുണ്ട് അവർ. അവരുടെ കാലം നല്ല ലക്ഷ്യബോധമുണ്ട്. എന്താ അവരുടെ ലക്ഷ്യം? ഈ ഞാൻ ആരാന്ന് കണ്ടെത്തണം. അതാണ് അവരുടെ ഗോള്, അല്ലേ? കോർപ്പറേറ്റ് ഗോൾ എന്നൊക്കെ പറയില്ല, കോർപ്പറേറ്റ് എന്താ പറയുക, കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്. അല്ലേ? അപ്പോൾ അവരുടെ മെമ്മറാണ്ടം ഓഫ് ആർട്ടിക്കിൾസിൽ അവർ വളരെ ക്ലിയറാണ്. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിലും ആർട്ടിക്കിൾസിലൊക്കെ വളരെ ക്ലിയറാണ്.
അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത്. അവർ ആ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. എന്ത് കർമ്മം ചെയ്താലും അവസാനം ആ ലക്ഷ്യത്തിലേക്ക് എത്താനാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ ശിഷ്ടനാണ്, ഇഷ്ടപ്പെട്ടവനാണ് ഭഗവാൻ. അപ്പം അവരുടെ ജീവിതത്തെ, ലൗകിക ജീവിക്കുന്നവർ തന്നെയാണ് മിക്കവരും, എല്ലാം ഗൃഹസ്ഥന്മാരാണ്. അപ്പോൾ അവരുടെ ലൗകിക ജീവിതത്തെ ചിട്ടപ്പെടുത്തി ആ ലൗകിക ജീവിതത്തിലെ ഒരു പ്രോഗ്രാം, ഒരു ടൈം ടേബിളൊക്കെ ഇട്ട് അതിൽ കുറച്ച് എല്ലാ ദിവസവും കുറച്ച് സമയം ഈശ്വരസ്മരണ, കീർത്തനം, പൂജ എന്നിവ കൊണ്ട് ഭഗവാനെ സേവിക്കണം, ഭഗവാനെ സ്മരിക്കണം. പലരും പല രീതിയിലായിരിക്കാം, എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല. ഭഗവാനെ കാണുന്നത് പല ഭാവത്തിലായിരിക്കാം. നമുക്ക് എത്ര 33 മുക്കോടി ദേവന്മാരില്ലേ, ഏതൊക്കെ രൂപം വേണമെങ്കിൽ നമുക്ക് ശിവനോ കൃഷ്ണനോ ശ്രീരാമനോ ആരെ വേണമെങ്കിൽ ആവാം. ഇനി ഒരു ദേവനിൽ തന്നെ പല ഭാവങ്ങളുണ്ട്. അപ്പോൾ ശാക്തേയത്തിൽ അമ്മയെക്കുറിച്ച് വിചാരിക്കുകയാണെങ്കിൽ, പരബ്രഹ്മത്തെക്കുറിച്ച് അമ്മയെക്കുറിച്ചാണ് ധ്യാനിക്കണമെന്നുണ്ടെങ്കിൽ അമ്മയെക്കുറിച്ച് ഏതെല്ലാം രൂപത്തിൽ അമ്മയെ ധ്യാനിക്കാം. സരസ്വതിയായിട്ട് ധ്യാനിക്കാം, ലക്ഷ്മിയായിട്ട് ധ്യാനിക്കാം, പാർവതിയായിട്ട് ധ്യാനിക്കാം, ചാമുണ്ടിയായിട്ട് ധ്യാനിക്കാം, ഭദ്രകാളിയായിട്ട് ധ്യാനിക്കാം. അയ്യോ, കൃഷ്ണനെയാണ് എനിക്കിഷ്ടച്ചാലോ, എത്ര ഭാവവും വ്യത്യാസമുണ്ട് കൃഷ്ണന്. ഗീതോപദേശം കൊടുക്കുന്ന കൃഷ്ണനായിട്ട് ഉപയോഗിക്കാം. യശോദമ്മ വിരലിൻ്റെ മുകളിൽ പിടിച്ചിട്ട് കെട്ടിയ ബാലകൃഷ്ണനായിട്ട് നമുക്ക് സ്മരിക്കാം. നല്ലൊരു ഡിപ്ലോമാറ്റ് ആയിട്ട് സ്മരിക്കാം. പല രീതിയിൽ രാധയുടെ ലവർ എന്നുള്ള നിലയ്ക്ക് സ്മരിക്കാം. യൂണിവേഴ്സൽ എറ്റേണൽ ലവർ സ്മരിക്കാം. ഏതെല്ലാം രീതിയിൽ ഭഗവാനെ സ്മരിക്കാം. ശിവനെ ഏതെല്ലാം രീതിയിൽ സ്മരിക്കാം. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബഫേ സദ്യയാണത്. ബഫേയിൽ ഈ ആർക്കെന്ത് വേണമെങ്കിൽ കഴിക്കാം, അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് കഴിക്കണം. അതിനാണ് ഇത്രയധികം വെറൈറ്റീസ്. 5 സ്റ്റാർ സദ്യക്കൊന്നും പോകണ്ട, നമ്മൾ വീട്ടിൽ തന്നെ നമ്മളുടെ നിത്യജീവിതം എടുത്ത് നോക്കൂ. ആഹാരം, വസ്ത്രം, വീട്, ഇത് മൂന്നുമല്ലേ മനുഷ്യൻ്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ. ഒന്ന് ആഹാരം കഴിക്കണം, ഒന്ന് വസ്ത്രം, നഗ്നത മറയ്ക്കാൻ വസ്ത്രം അല്ലേ, പിന്നെ ഒന്ന് വീട്, താമസിക്കാനുള്ള വീട്. ഇതല്ലേ 3 ബെയർ നെസസിറ്റീസ്. ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. ഇത് ഓരോന്നും നമ്മൾ എടുത്തു നോക്കൂ. ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വന്തം ആലോചിച്ചാൽ മതി, പുറത്തേക്കൊന്നും പറയണ്ട, വേറെ ആരെയും കളിയാക്കും വേണ്ട. അവനവൻ്റെ ലൈഫ് തന്നെ എടുത്തു നോക്കിയാൽ മതി. ഈ പ്രാഥമിക 3 ആവശ്യങ്ങൾ നേരിടാനായിട്ട് നമ്മൾ എന്തെല്ലാം വെപ്രാളങ്ങളും സർക്കസുകളും 3 റിംഗ് സർക്കസും കാണിച്ചു കൂട്ടുന്നു നമ്മൾ ഇതിനു വേണ്ടിയിട്ട്. വസ്ത്രം, പ്രാഥമിക ആവശ്യം എന്താ? നന്നായിട്ട് കണ്ടാൽ അയ്യെന്ന് പറയാത്ത രീതിയിൽ നഗ്നത മറയും വേണം, അങ്ങനെ ഒരു വസ്ത്രം. ഇത് എത്രയല്ലേ ഉണ്ടോ? എന്നെ നോക്കൂ, എത്ര വെറൈറ്റീസാ, എത്ര വെറൈറ്റി. ഞാൻ കുറ്റം പറയില്ല കേട്ടോ, ഞാൻ ജസ്റ്റിഫൈ ചെയ്യാണ്, ഞാൻ ആം ആർഗ്യൂയിങ് ഫോർ യു. എത്ര വെറൈറ്റീസ് ഉണ്ട്. എന്തിനാ ഇത്രയൊക്കെ വെറൈറ്റീസ്? അത് മനുഷ്യൻ്റെ ഓരോരോ മനസ്സിന് ഇഷ്ടപ്പെട്ട വസ്ത്രമല്ലേ ഓരോരോ എടുക്കുക. അതെ, എടുത്തോളൂ, നല്ലതാണ്. ഒരു 10 കോടി പോപ്പുലേഷനിലൊരു ദിക്കിൽ 10 കോടി വെറൈറ്റി ഓഫ് ഡ്രസ്സ് വേണ്ടി വരും ചിലപ്പോൾ. കാരണം 10 കോടി ആൾക്കാർക്കും ഭിന്ന രുചിയാണ്. ഒരാൾക്ക് സ്ലീവ്സ് ആണെങ്കിൽ ഒരാൾക്ക് സ്ലീവ്ലെസ്, ഒരാൾക്ക് ഡബിൾ സ്ലീവ്സ് ആണെങ്കിൽ ഒരാൾക്ക് നോ സ്ലീവ്സ് അറ്റ് ഓൾ. പലതും കാണും. കയ്യ്, ഹാഫ് കയ്യ്, മുറി കയ്യ്, ആ കയ്യ്, ഈ കയ്യ്, എന്തെല്ലാം വെറൈറ്റീസ് ഉണ്ടല്ലേ നമ്മൾ ഡ്രസ്സ് കണ്ടാൽ. അതിനൊന്നും അതിനെക്കുറിച്ചൊന്നും വർണ്ണിക്കേണ്ട കാര്യമില്ല. അതെന്തിനാത്? വൈ? ഹ്യൂമൻ നെസസിറ്റി തന്നെ പറയാത്. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഭക്ഷണം കഞ്ഞിയും കപ്പയും മാത്രമേ പോരാ, സ്റ്റേപ്പിൾ ഫുഡല്ലേ. നല്ല ദഹനശക്തി ഉണ്ടാവും, നല്ല ആരോഗ്യമുണ്ട്, എല്ലാം കിട്ടും, ഒരു കുഴപ്പമുണ്ടാവില്ല. BP ഉണ്ടാവില്ല, ഷുഗർ ഉണ്ടാവില്ല, കൊളസ്ട്രോൾ ഉണ്ടാവില്ല, ക്രിയാറ്റിനും ഉണ്ടാവില്ല, സോഡിയം ഉണ്ടാവില്ല, പൊട്ടാഷ്യം ഉണ്ടാവില്ല. ഇതൊക്കെ ഞാൻ പെട്ടെന്ന് പറയണത് അതൊക്കെ എനിക്ക് നല്ല അനുഭവമുള്ള, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വേഗം പറഞ്ഞിട്ടോ. ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിട്ടൊന്നുമല്ലേ. ഈ വക അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ.
അപ്പം പിന്നെ എന്തിനാണ് നമ്മൾ ഭക്ഷണം ഇങ്ങനെയൊക്കെ വെറൈറ്റി ഉണ്ടാക്കണം? സാധാരണ ഒരു അതിഥിയും വീട്ടിലില്ലാത്ത സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒന്ന് നോക്കൂ. രാത്രിയിലത്തെ വിടുമോ? കഞ്ഞിയും ചുട്ട പപ്പടമോ അത് വിടും. ഉച്ചക്കലത്തെ നമ്മൾ മെയിൻ മീല് നമ്മൾ എന്താ കഴിക്കുക? നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത സാധനങ്ങൾ കവിഞ്ഞ വേറെ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാവുക മേശയിൽ ഡൈനിങ് ടേബിളിന് മുകളിൽ? ഞാൻ പറയണില്ല, അവനും തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. എന്തിനാത്? ചിലത് കാണാൻ കൊള്ളാം അല്ലേ? 5 ഇന്ദ്രിയങ്ങളെയും സുഖപ്പെടുത്തണം. കാണാൻ കൊള്ളണം, സ്വാദ് നന്നാവണം, തൊട്ട് നോക്കിയാൽ സോഫ്റ്റ് ആവണം, വറുത്തിടുന്ന ശബ്ദം ഇങ്ങനെ ഷേ എന്നുള്ള ശബ്ദം ഇങ്ങനെ ചവിട്ടിൽ കേൾക്കണം, പപ്പടം കാച്ചണ ചീ എന്നുള്ള ശബ്ദമില്ലേ അതങ്ങനെ ചവിട്ടിൽ കേൾക്കണം. 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടും രസിച്ചിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ. എന്തിനാ? കുറച്ചെന്തെങ്കിലും ആഹാരം ജീവൻ നിലനിൽക്കാൻ കഴിച്ചാൽ പോരെ? വെറൈറ്റി ഈസ് എ സ്പൈസ് ഓഫ് ലൈഫ്. മനുഷ്യന്മാരുടെ മനസ്സ് ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമല്ലേ. അതാരാ നമ്മൾ വേണ്ടാന്ന് പറയാൻ? അതിനെ നമ്മൾ ബഹുമാനിക്കണ്ടേ? യെസ്, കറക്റ്റ്, വേണം. വീട് താമസിക്കാൻ 3 4 ഉള്ളൊരു ഫാമിലിയിൽ താമസിക്കാൻ എത്ര വീട് വേണം? എത്ര ബെഡ്റൂം വേണം? 8 ബെഡ്റൂം വേണം 3 ആൾക്ക് താമസിക്കാൻ. എന്നിട്ട് 2 കൂടി കിടക്കും. അതെന്താ അനന്തശയനോ? ഒരു ബെഡ്റൂമിൻ്റെ ഒരു മൂലയല്ലേ നമ്മളെ കൊള്ളുള്ളൂ. നമുക്ക് വേണ്ടോ? 6 വേണ്ടോ മാക്സിമം? എന്തൊക്കെ പാരഫെർണേലിയ നമ്മൾ വീട്ടിൽ കാണിച്ചു കൂട്ടുക. എന്തിനാ? ഒരു വീട് പോലെയല്ല മറ്റേ വീട്. ഒരേ ഫ്ലാറ്റ് സമുച്ചയത്തിലാണെങ്കിൽ പോലും എല്ലാം 3 ബെഡ്റൂം ആണെങ്കിലും എല്ലാം 2 ബെഡ്റൂം ആണെങ്കിലും ഒരു വീട് മറ്റേ വീടും വ്യത്യാസമുണ്ട്. വാൾ ഡെക്കറേഷൻ വേറെ, സീലിംഗ് ഡെക്കറേഷൻ വേറെ, ഗ്രൗണ്ട് ഡെക്കറേഷൻ വേറെ, ഫ്ലോർ ഡെക്കറേഷൻ വേറെ, ആ ബാത്റൂം ഫിറ്റിങ്സ് വേറെ, ഇത് വേറെ, അത് വേറെ. വൈ? ഏത് ബാത്റൂമിൽ ടാപ്പ് തിരിച്ചാലും വെള്ളമല്ലേ വരിക മുകളിലെ ടാങ്കിൽ നിന്ന്? എന്തിനാ അങ്ങനെ ഒരു ഫാൻസി ടാപ്പ് നിങ്ങൾക്ക്? അത് കാണാൻ ഒരു സുഖം വേണ്ടേ? അത് പറയും. അപ്പം ഇത് 3 നിങ്ങൾക്ക് ഇഷ്ടം പോലെ താൻ തോന്നിയായിട്ട് ചെയ്യാം അല്ലേ? ഭഗവാന്റെ കാര്യം വരുമ്പോൾ ഒന്നേ പാടുള്ളൂ, വേറെ വഴികളൊന്നും പാടില്ല. ഹിന്ദുയിസം ടു മെനി ഗോഡ്സ്, ടു മെനി വേസ്, ടു മെനി സിസ്റ്റംസ്. അത് ശരിയാണോ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് ഏത് രീതിയിലുണ്ടാവണോ അവിടെയൊക്കെ വി ആർ ക്രിയേറ്റിംഗ് എ ഗോഡ്. നമ്മളുടെ ഒരു ഭഗവാനെ നമ്മൾ സൃഷ്ടിക്കുകയാണ്. ആ സൃഷ്ടിച്ച ഭഗവാനായിട്ട് ഞാൻ ഏത് രൂപത്തിൽ താതാത്മ്യം പ്രാപിക്കണം, അത് എൻ്റെ ഇഷ്ടം. ഹു ആർ യു ടു ഇൻ്റർഫിയർ? ദാറ്റ് ഈസ് മൈ പ്രൈവറ്റ് അഫെയർ. ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, നവഭക്തി. 9 രീതിയിൽ ഐ വിൽ ഗെറ്റ് അറ്റാച്ച്ഡ് ടു ഗോഡ്. ശ്രവണം, ഭഗവാനെ കുറിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക, സപ്താഹം ആഫ്റ്റർ സപ്താഹം, ലെക്ചർ ആഫ്റ്റർ ലെക്ചർ. അതൊരു രസം. ദാറ്റ് ഈസ് എ വേ ഐ റെസ്പെക്ട് മൈ ഗോഡ്. അല്ലെന്ന് പറയാൻ പറ്റും ഒരാൾക്ക്? എൻ്റെ ഇഷ്ടം അതാണ്. കാലത്ത് ഒരു സപ്താഹം, ഉച്ച കഴിഞ്ഞ് വേറൊരു സപ്താഹം, വൈകുന്നേരം ഒരു ടോക്ക്, വീട്ടിൽ വന്ന ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്യുക. ദാറ്റ് ഈസ് മൈ ജോബ്. ഐ ലൈക്ക് ഇറ്റ്. താൻ ചെയ്യണ്ട, ഞാൻ ഇയർ പ്ലഗ് വെച്ചിട്ടില്ല ചെയ്യണം, എനിക്കെന്താ? ശ്രവണം, കീർത്തനം. ചിലവർ കീർത്തനം ചൊല്ലി എപ്പോൾ നോക്കിയാലും നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കും. വെറുതെ സൈലൻറ്റ് മോഡിലിട്ടാലും നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കും. ആൾക്കാരുടെ നടുക്കിലുണ്ടെങ്കിൽ നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കും. നമഃശിവായ, 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 നമഃശിവായ. ആർക്കും ഒരു ഉപദ്രവമില്ല. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. ബാക്ക്ഗ്രൗണ്ട് തമ്പുരും മ്യൂസിക്കിൽ ഇങ്ങനെ നമഃശിവായ, നമഃശിവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, നാരായണ നാരായണ ഗൗരപ്പ കൃഷ്ണ. എന്താ പോയത് നഷ്ടമുള്ളത്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. എല്ലാ സമയത്തും ഭഗവത് സ്മരണ. ഞാൻ വലിയ ശ്രവണത്തിനും കീർത്തനത്തിനും ഞാൻ പോവില്ല, പക്ഷെ എല്ലാ സമയത്തും ഭഗവാനേക്ക് ഓർമ്മയുണ്ടേ. അത് ഞാൻ വിട്ടിട്ടില്ല, സ്മരണ വിടില്ല. പാദസേവനം, എവിടെയാണോ ഭഗവാന്റെ പ്രസൻസ് ഉള്ളത് അവിടെയൊക്കെ ഞാൻ സേവനം, എൻ്റെ സർവീസ്. മീനിങ് മാധവ സേവ, മാനവ സേവ. ആർത്തനായിട്ടും എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഭഗവാനാണ് സങ്കല്പിച്ചിട്ട് ഞാൻ അവന് സേവ ചെയ്യാൻ ശ്രമിക്കും, എന്നാൽ കഴിയുന്നത്. സർവീസ് മൈൻഡഡ് ഫിലന്ത്രോപ്പിസ്റ്റ്, നോട്ട് ഫോർ ഈഗോ ബട്ട് ഫോർ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. അർച്ചനം, പൂജ.
ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. വന്ദനം, ആരെ കണ്ടാലും വന്ദിക്കുക, എന്ത് കണ്ടാലും വന്ദിക്കുക. എല്ലാം അയ്യപ്പൻ, സർവ്വതും അയ്യപ്പൻ. സ്വാമി ശരണയ്യപ്പ, സ്വാമി ശരണയ്യപ്പ. ദാസ്യം, ദാസഭാവത്തിൽ ഞാൻ ജീവിക്കുക. ഭഗവാന്റെ ദാസനാണ് ഞാൻ. ദേഹബുദ്ധ്യാതു ദാസോഹം. ഭഗവാൻ കൽപ്പിച്ചോളൂ, ഞാൻ എന്താ വെച്ചാൽ ചെയ്യാം. കാലത്ത് എണീറ്റു ഞാൻ 5 മണിക്ക്. നൗ ടെൽ മീ വാട്ട് ഈസ് മൈ ഡ്യൂട്ടി ടുഡേ പ്ലീസ്. സഖ്യം, ഭഗവാനൊരു സഖാവായിട്ട് അർജുനൻ. ഭക്തോസിമേ സഖാ ചെയ്ത്, നീ എൻ്റെ ഭക്തനുമാണ്, സഖാവുമാണ് അർജുന. രഹസ്യം മേദ്യത്വം, അതുകൊണ്ട് എനിക്ക് ഞാൻ ഈ രഹസ്യം പറഞ്ഞു തരാം. അത്ര ഗാഠമായിട്ടുള്ള സഖ്യമാണ്. ആ മാനസിക ലെവലിലേക്ക് നമ്മൾ എത്തണം. ഭഗവാനായിട്ട് താതാത്മ്യം പ്രാപിച്ച് ആ മാനസിക ലെവലിലേക്ക് നമ്മൾ എത്തണം. ഭഗവാൻ ചിന്തിക്കുന്നത് നമ്മുടെ ചിന്തയാവാൻ പാടുള്ളൂ. അപ്പോഴാണ് സഖ്യം വരുന്നത്. ആത്മനിവേദനം, ടോട്ടൽ സറണ്ടർ. എന്തുതന്നെയായാലും ഭഗവാൻ. കർത്താവിൻ്റെ മത്തായി ഇതേ കിടക്കണു എന്ന് പറഞ്ഞ പോലെ അടങ്ങണം. സാഷ്ടാംഗ നമസ്കാരം. സത്യം വദാമി മമ ഭൃത്യാദിവർഗമതു അർത്ഥം കളത്ര സുതമിത്രങ്ങൾ എന്നിവയുമൊക്കെ ത്വതർപ്പണമതാക്കിയിട്ടു ഞാനുമിത തൃക്കാൽക്കൽ വീണു ഹരിനാരായണായ നമ. ഒറ്റ വീഴ്ച, ബും. എന്തത്? ആത്മനിവേദനം. അപ്പോൾ ഈ 9 രീതിയിൽ നമുക്ക് ഭഗവാനായിട്ട് നമ്മുടെ പാത്ത് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ലക്ഷ്യം ഒന്നാണ്, പാത്ത് വ്യത്യാസമായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവരൊക്കെ ശിഷ്ടന്മാരാണ്. ഇവർക്കൊക്കെ ഭഗവാനെ ഇഷ്ടമാണ്. അതാണ് ശിഷ്ട. അപ്പോൾ ഇത്തരത്തിൽ സാധന ചെയ്യുന്നവർക്ക് ഭഗവാനെ വളരെ പ്രിയമാണ്. ആ സാധനയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ഇന്ന് കുറച്ച് മഴക്കാറുണ്ട്, ഇന്നിപ്പോൾ അമ്പലത്തിൽ പോകണോ, മഴ പെയ്താലോ? അത് സംശയമില്ല. സ്വല്പം കോൾഡുണ്ട്, ഇന്നിപ്പോൾ നാമം ചെല്ലണോ? നമ്മളോ വേണ്ട, കുട്ടികളുടെ അച്ഛൻ ഉണ്ടാണ്ടിരുന്നോളൂ. അതാ നല്ലതല്ലേ, ചെല്ലില്ല. കാരണം കിട്ടാൻ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ നോ കോംപ്രമൈസ്. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ? കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ? എങ്കിലും കൂടുതലല്ലേ ഉള്ളൂ. എന്നാൽ തണുപ്പൊക്കെയാണ്, നല്ല വിശപ്പ്, എന്നിട്ട് 2 ദോശ കൂടുതൽ കഴിക്കല്ലേ ഉള്ളൂ. എന്താ ഒരു കാറ്റും തണുപ്പും കുളിരൊക്കെ. ഒരു കാര്യം ചെയ്യും, കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് വൈകുന്നേരേ നമുക്ക് കുറച്ച് പരിപ്പോടെ ഉണ്ടാക്കുക. എന്നും പതിവില്ലാത്ത നാമം തെറ്റിച്ചിട്ട് പരിപ്പോടെ തിന്നിരിക്കുകയാണ് അല്ലേ എന്ന് വിചാരിക്കില്ലേ അദ്ദേഹം? അപ്പോൾ ഞങ്ങൾ പരിപ്പോടെ അട എന്ത് വേണമെങ്കിൽ തിന്നോളും. പക്ഷേ ചിട്ടകളിൽ കോംപ്രമൈസ് ചെയ്യരുത്. അത് 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ്, 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ്. ഡോണ്ട് കോംപ്രമൈസ് ഓൺ യുവർ ഷെഡ്യൂൾ. പങ്ക്ച്വാലിറ്റി, മനസ്സിലായില്ലേ? അവിടെ കോംപ്രമൈസ് ചെയ്യരുത്. അവനാണ് സാധകൻ. അപ്പം നമ്മൾക്ക് അങ്ങനെയുള്ളവർക്ക് ഭഗവാനോട് മാത്രമല്ല, ഭഗവാന് അവരോടും ഇഷ്ടമാണെന്ന് പറയണം. അവരുടെ വെറും തോന്നലല്ല, നമ്മുടെ തോന്നലല്ല. എനിക്ക് ഭഗവാനെ വലിയ ഇഷ്ടമാണ്, ഭഗവാൻ എനിക്ക് വലിയ ഇഷ്ടമാകും അല്ലേ? നിങ്ങളുടെ തോന്നൽ മാത്രമല്ല, ഭഗവാനും എൻ്റെ അഭിപ്രായം. ഇങ്ങനത്തെ ആൾക്കാർ, അർജുന, എന്നെ വലിയ ഇഷ്ടമാണ് അവർക്ക്, എനിക്ക് അവരെയത് വലിയ ഇഷ്ടമാണ്. കാരണം ഭഗവാനെ മനസ്സിലാക്കിയവരാണ് ഇവരൊക്കെ. ഭഗവാന്റെ തത്വം എന്താണെന്ന് മനസ്സിലാക്കിയവരാണ്. ഭക്തിയിൽ പുറപ്പെട്ടാലും അവസാനം അവരെത്തുന്നത് ജ്ഞാനത്തിലാണ്. ആ ജ്ഞാനം ജംഗ്ഷനിൽ എത്തും എല്ലാവരും. ഭക്തിക്കാരും കർമ്മക്കാരും ജ്ഞാനമാദ്യം പുറപ്പെട്ടവരും എല്ലാവരും അവസാനം വന്ന് ജ്ഞാനമായിരിക്കുന്ന ആ ജംഗ്ഷനിൽ ചെന്നെത്തി അവിടുന്ന് പിന്നെ നോക്കിയാൽ കാണാം. പിന്നെ 18 പടി ചവിട്ടി മുകളിലേക്ക് പോവുകയുള്ളൂ. സന്നിധാനം വരെ, താഴത്തെത്തുന്നത് വരെ ഏത് റൂട്ട് പോയാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ അതാണ് ജ്ഞാനം പോയിന്റ്. ജ്ഞാനം മനക്കാമ്പിലുണ്ടെന്ന് വന്നാൽ ആനന്ദമല്ലാതെ മറ്റെന്തു വരൂ? ആനന്ദമല്ലാതെ മറ്റെന്താ അവിടെ ഉള്ളത്? പിന്നെ അങ്ങനെയുള്ള ജ്ഞാനം വന്നവർക്ക് ഈ ഭക്തിമാർഗത്തിലും കർമ്മമാർഗത്തിലും ജ്ഞാനമാർഗത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലെല്ലാം കഴിഞ്ഞ് ചവിട്ടി ഒരുവിധം അവസാനം എല്ലാവരും കൂടി ആ ജംഗ്ഷനിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഫേസ് ടു ഫേസ്, പിന്നെ ഇൻട്രാക്ഷനൊക്കെ ഫേസ് ടു ഫേസാണ്. എല്ലാവരോടും ഒരേ ഭാഷ സംസാരിക്കുള്ളൂ ഭഗവാൻ. പിന്നെ അവിടെ വ്യത്യാസമില്ല.
ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇതിലേതാ റൂട്ട് കൂടെ താൻ വന്നേ? അങ്ങനെ റൂട്ട് എടുത്തോലെ, ഈ റൂട്ട് എടുത്തോലെ എനിക്കിഷ്ടം, ആ റൂട്ട് എടുത്തോലെ എനിക്കിഷ്ടമല്ല, അങ്ങനെയൊന്നുമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സമം. 7-ാം അധ്യായത്തിൽ ഭഗവാൻ 17-ാമത്തെ ശ്ലോകത്തിൽ വളരെ വളരെ വ്യക്തമായിട്ട് അർജുനോട് ഈ കാര്യം പറയും. നമ്മൾ ഊഹിക്കേണ്ടതൊന്നല്ലത്. തേഷാം ജ്ഞാനീ നിരിയുക്ത ഏകഭക്തിർവിശിഷ്യത്തെ പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹം സച്ച മമ പ്രിയ. എനിക്ക് ഈ ജ്ഞാനികളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. പ്രിയോഹി ജ്ഞാനി നിത്യോ അർത്ഥം അഹം സച്ച മമേ പ്രിയ. അവർക്ക് എന്നെ വളരെ ഇഷ്ടമാണ്, എനിക്ക് അവരെയും വളരെ ഇഷ്ടമാണ്. നിത്യയോഗി അതിൽ ജ്ഞാനി മുഖ്യ ഭക്തവിശിഷ്ടനാ. നിത്യവും യോഗിയാണ്, സദാ യോഗിയായിട്ടിരിക്കുന്നവനാണ്, സാധകനാണ്. അതിൽ മുഖ്യനായിട്ട് ആ ജംഗ്ഷനിൽ എത്തിയിട്ടവർ നിത്യയോഗി അതിൽ ജ്ഞാനി മുഖ്യ ഭക്തവിശിഷ്ടനാം. ഭക്തന്മാരിൽ വെച്ച് വിശിഷ്ടനാണ് ആ ജംഗ്ഷനിലെത്തിയിട്ടുള്ള ഭക്തൻ. ജ്ഞാനിക്കും ഞാൻ ഏറ്റവും ഇഷ്ടം, എനിക്ക് അവനും ഇഷ്ടമാം. അങ്ങനെയുള്ള ജ്ഞാനികൾക്ക് എന്നെ വളരെ ഇഷ്ടമാണ്. ശിഷ്ടേഷ്ട, എനിക്ക് അവരെയും വളരെ ഇഷ്ടമാണ് അർജുന. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ലവാണ്, മ്യൂച്വൽ അപ്രീസിയേഷനാണ്. അവൻ ആരാന്ന് എനിക്കും അറിയാം, ഞാൻ ആരാന്ന് അവനും അറിയാം. മനസ്സിലായില്ലേ? അപ്പം അതാണ് ശിഷ്ടേഷ്ട. ലളിത സഹസ്രനാമത്തിൽ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ശിഷ്ടേഷ്ട, ശിഷ്ടപൂജിത എന്നൊക്കെ നാമങ്ങൾ വരുന്നുണ്ട്. ശിവപ്രിയ, ശിവപര, ശിഷ്ടേഷ്ട, ശിഷ്ടപൂജിത. ശിഷ്ടന്മാരാൽ പൂജിക്കപ്പെടുന്നവൾ ശിഷ്ടേഷ്ട. അതേ നാമം തന്നെയാണ് വരുന്നത്. ശിവപ്രിയ, ശിവപര, ശിഷ്ടേഷ്ട, ശിഷ്ടപൂജിത. മനസ്സിലായോ? അപ്പോൾ അതാണ് ശിഷ്ടേഷ്ട എന്ന് വെച്ചാൽ അതിൻ്റെ ചെറിയൊരു വ്യാഖ്യാനം. ഇനി അടുത്ത 311 ശിഖണ്ഡി. ശിഖണ്ഡി മീൻസ്, സാധാരണ നമ്മൾ കേട്ടുവരുന്ന അർത്ഥം ശിഖണ്ഡിച്ച് അറിയാലോ, ട്രാൻസ്ജെൻഡർ അവരെയാണ് ശിഖണ്ഡി എന്ന് പറയുന്നത്. പക്ഷേ ആ അർത്ഥത്തിലല്ല ഇവിടെ ഉപയോഗിക്കണം. ഇവിടുത്തെ അർത്ഥം വേറെയാണ്. മയിൽപ്പീലി ധരിക്കുന്നവൻ എന്നാണ് ഇവിടുത്തെ അർത്ഥം. ശിഖണ്ഡ എന്ന് വെച്ചെങ്കിൽ മയിൽപ്പീലി. ശിഖണ്ഡ മയിൽപ്പീലിയാണ്. ശിഖണ്ഡി മയിൽപ്പീലി ധരിക്കുന്നവൻ. മയിൽപ്പീലി ശിരോഭൂഷണമാക്കുന്നത് ഭഗവാന്റെ ഒരു മാസ്റ്റർ പീസാണ്. അത് ട്രേഡ് മാർക്കാണ് ഭഗവാന്റെ. എവിടെ പീലി ഉണ്ടോ അവിടെ കൃഷ്ണൻ ഉണ്ടാവുന്നു. ലൈക്ക് സ്മോക്ക് ആൻഡ് ഫയർ. പീലി എവിടെ കണ്ടുവോ കൃഷ്ണൻ്റെ സിംബോളിക്കാണ് പീലി, അല്ലേ? അങ്ങനെയല്ലേ ചിത്രകാരന്മാർ കഥ വരയ്ക്കുക, കൃഷ്ണനെ മുഴുവൻ വരയ്ക്കില്ല, പീലി വരച്ചിട്ട്. മീൻസ് കൃഷ്ണൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട്, ബിവെയർ, അല്ലേ? മയിൽപ്പീലി അവിടെ പോയിടും, കയ്യിൽ നിന്ന് വിടില്ല. എവിടെ പോയാലും ഉണ്ടാവും. സദ്യക്ക് പോകാനുണ്ടായാലും ഉണ്ടാവും, ഓഫീസിൽ പോവുകയാണെങ്കിലും ഉണ്ടാവും, യുദ്ധക്കളത്തിലേക്ക് പോവുകയാണെങ്കിലും ഉണ്ടാവും. ഇത് രണ്ടും കയ്യിൽ നിന്ന് വിട്ടില്ല. അത് അവിടെ അരയിലവിടെ ഇരിക്കട്ടെ എന്ന് പറയും, മറ്റേത് തലയിലും ഇരിക്കട്ടെ. എവിടേക്ക് പോകുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും മയിൽപ്പീലി അവിടെ കോഴിലും വിടില്ല. പീലിത്തിരുമുടി വർണ്ണിക്കാത്ത കവികളുണ്ടോ മലയാളത്തിൽ? പീലിത്തിരുമുടി, അല്ലേ? തിരുമുടി ഒരുപാട് തന്നെയുണ്ട് ഗുരുവായൂർ. എത്ര എത്ര കവിതകളാണ്. പീലികൾ തിരുകിനവാർ കുഴൽ കെട്ടും എന്നൊക്കെ പറഞ്ഞ ശ്ലോകങ്ങൾ. നെറുകയിൽ പീലി ചൂടി എന്നുള്ള എന്താ പറയുക, കൃഷ്ണകർണാമൃതത്തിലുണ്ടല്ലോ, കൃഷ്ണഗാഥയിൽ. ഏത് കവിയാ ഭഗവാന്റെ പീലിയെക്കുറിച്ച് വർണ്ണിക്കാത്ത? എല്ലാവരും വർണ്ണിച്ചിട്ടുണ്ട്. മാത്രമല്ല ഗുരുവായൂർ കൃഷ്ണനാട്ടംകളി പീലിയാണ് അതിൻ്റെ പ്രധാന അടയാളം. ആന
മാനവേന്ദ്രൻ്റെ കഥ അറിയാലോ. ആ പീലി കൃഷ്ണാട്ടംകളിയിൽ വളരെ പ്രധാനപ്പെട്ട സിംബോളിക്കാണ്. കൃഷ്ണാട്ടംകളി തുടങ്ങാൻ കാരണം പീലിയാണ്, മയിൽപ്പീലി. എന്താ ഈ മയിൽപ്പീലിക്ക് ഇത്ര പ്രത്യേകത? എന്തുകൊണ്ട് കോഴിത്തൂലായിക്കൂടാ? ഇല്ലേ? ഈ കാക്കത്തൂലാക്കിക്കൂടാ? എന്താ ഈ മയിൽപ്പീലി? ഈ മയിലിനെ കുറിച്ച് ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട്. എനിക്കത് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഞാനൊരു എന്താ പറയുക, സുവോളജിസ്റ്റോ അല്ലെങ്കിൽ പക്ഷിശാസ്ത്രം പഠിച്ച ആളൊന്നുമല്ല. പക്ഷേ എങ്കിലും വളരെ ലോജിക്കായിട്ട് തോന്നി. അത് മറ്റേ എന്താ പറയുക, ക്രോമിൽ പോയിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഏതാണ്ടൊക്കെ ആ രൂപം വരുന്ന അർത്ഥവും കിട്ടി. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഈ മയിലിനുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ, അതുകൊണ്ടായിരിക്കണം മയിൽപ്പീലി ഭഗവാൻ ഇത്ര ബദ്ധപ്പാടോടുകൂടി സൂക്ഷിക്കണതും ഇത്ര ഇഷ്ടത്തോടുകൂടി അതിനെ നോക്കുന്നതും. നമ്മുടെ രാഷ്ട്രത്തിന് പോലും ഒരു രാഷ്ട്രപക്ഷിയായിട്ട് മയിലിനെ പ്രഖ്യാപിച്ചതിൻ്റെയൊക്കെ കാരണം നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ഒരു നെടുന്തൂണായിട്ടുള്ള ഒരു ചിന്താഗതി അതിൽ പ്രതിപാദിക്കുന്നത് കൊണ്ടായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പറഞ്ഞു വരുന്നതാണ്, ജീവരാശിയിൽ സന്താന ഉൽപാദന പ്രക്രിയയിൽ സ്ത്രീയും പുരുഷനും ഇണചേരുന്ന സന്താന ഉൽപ്പത്തിക്കുള്ള പ്രക്രിയയിൽ ആ പ്രക്രിയ ചെയ്യുന്ന സമയത്ത് രണ്ടു പേർക്കും ഉണ്ടാകുന്ന ഇന്ദ്രിയ സുഖങ്ങൾ വേറൊരു പ്രക്രിയയ്ക്കും ഇല്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഈ ബ്രഹ്മചര്യം വേണമെന്ന് പറയാൻ കാരണം എന്താ? നമ്മളുടെ എനർജി ഒരു രീതിയിലും ലീക്കായി പോകരുത്. നമ്മൾ സേവ് ചെയ്തിട്ടുള്ള എനർജി, ബ്രഹ്മജ്ഞാനം ഒരു രീതിയിലും ലീക്കായി പോകരുത്. ലീക്കായി പോകാൻ നമുക്ക് പല വഴികളുണ്ട്, അല്ലേ? കർമ്മേന്ദ്രിയങ്ങൾ കൂടെ ലീക്കായി പോകുന്നത്, നമ്മളുടെ എന്താ പറയുക, ഓർഗൻസ് ഓഫ് ആക്ഷൻ. ജ്ഞാനേന്ദ്രിയം ലീക്കായി പോവും. അപ്പോൾ ഒരു ഇന്ദ്രിയത്തിൽ കൂടി ലീക്കായി പോകരുത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മചര്യം ഇത്ര പ്രധാനമാണ്. ആ ഒരു കർമ്മത്തിന്, ആ പ്രൊക്രിയേഷൻ പ്രോസസ്സിന് സകല ജീവികളുടെയും, പ്രത്യേകിച്ച് മനുഷ്യന്മാരുടെ 10 ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്ന സമയമാണ്. 10 ഇന്ദ്രിയങ്ങളും എൻതൂസിയാസ്റ്റിക്കായിട്ട് പ്രയത്നിക്കുന്ന ഒരു കർമ്മ പദ്ധതിയാണ് ഈ പ്രൊക്രിയേഷൻ. എല്ലാ ഇന്ദ്രിയങ്ങളും സുഖം അനുഭവിക്കുന്നു, ദശേന്ദ്രിയങ്ങളും സുഖം അനുഭവിക്കുന്നു, മനസ്സ് സുഖം അനുഭവിക്കുന്നു. സുഖത്തിൻ്റെ പരമോന്നതം, കാമത്തിൻ്റെ പരമോന്നതം, ആഗ്രഹങ്ങളുടെ പരമോന്നതം എത്തിക്കഴിയും. അങ്ങനെയുള്ള ഒരു പ്രക്രിയ, ഈഗോ ആൻഡ് ഈഗോ സെൻട്രിക് ഡിസയേഴ്സ്, അതിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രക്രിയയിൽ നിന്നുണ്ടാകുന്ന സന്താനങ്ങളാണ് നമ്മളുടെ സന്താനങ്ങൾ. എല്ലാവരും അങ്ങനെയാണ്. പൊതുവെ ജീവജാലങ്ങളിലൊക്കെ അങ്ങനെയാണ്. ആരാണോ അവരുടെ ഗ്രന്ഥകർത്താവ് മീൻസ് ഉൽപ്പാദകര്, ആ ഉൽപ്പാദകര് അങ്ങേയറ്റം ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിച്ചിട്ട് പിന്നീട് പ്രസവവേദനയൊക്കെ അനുഭവിച്ചിട്ട്, അല്ലേ? ആലോചിച്ച് നോക്കൂ. കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ഓരോരുത്തർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. എല്ലാ ഇന്ദ്രിയങ്ങളും ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, മനസ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. എല്ലാം ചാർജ്ഡ് ടു ദ ടോപ്പ്, ഫുള്ളി ചാർജ്ഡ്, ഫുൾ ടെമ്പോ. എല്ലാ ഇന്ദ്രിയങ്ങളും ഫുൾ ടെമ്പോയിൽ നിൽക്കുന്ന സമയമാണത്, അല്ലേ? പക്ഷേ മയിലിൻ്റെ ഒരേ ഒരു പക്ഷി, മയിലിൻ്റെ പ്രോസസ് ഓഫ് പ്രൊക്രിയേഷൻ
മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വളരെ വളരെ വ്യത്യാസമാണെന്നാണ് പറയുന്നത്. അവിടെ ഈ ഇന്ദ്രിയങ്ങളുടെ രസവും സെൻസ് ഓർഗൻസിൻ്റെ എൻജോയ്മെൻ്റ് ഒന്നും അവിടെ ഇല്ല. അവിടെ പെൺമയിൽ ഗർഭം ധരിക്കുന്നത് ആൺമയിൽ വന്നിട്ട് ജസ്റ്റ് പെൺമയിലിൻ്റെ തൂവലിൻ്റെ മുകളിൽ തൊടും. ദാറ്റ്സ് ഓൾ. ഈ ആൺമയിലിൻ്റെ തൂവല് പെൺമയിലിൻ്റെ തൂവലിൻ്റെ മുകളിൽ ഇങ്ങനെ തട്ടും. ദാറ്റ്സ് ഓൾ. ജസ്റ്റ് തട്ടുള്ളൂ. വെളിയിൽ നിന്നിട്ട് ഇങ്ങനെ തട്ടും. 2 തട്ട് കൊടുത്തിട്ട് ആ മയിൽ അങ്ങോട്ട് പോവും. ദാറ്റ്സ് ഓൾ. ഒരു പ്ലാൻഡ് ആക്ഷനോ ഒരു പ്ലാൻഡ് ടൈമിങ്ങോ ഒരു പ്ലാൻഡ് മെത്തേഡോ ഒന്നുമില്ല. അബ്സല്യൂട്ട്ലി നിഷ്കാമ കർമ്മം. ഒരു സെൻഷ്വൽ എൻജോയ്മെൻറ്റും ഇല്ല, സെൻഷ്വൽ പ്ലഷറും ഇല്ല, ഒരാഗ്രഹങ്ങളും ഇല്ല, പ്രൊക്രിയേഷൻ വേണമെന്നുള്ള ആഗ്രഹവും ഇല്ല. ഇതൊന്നുമില്ലാണ്ട് ജസ്റ്റ് ടു സാറ്റിസ്ഫൈ ആൻ എർജ് ഒന്ന് തട്ടിയിട്ട് അങ്ങോട്ട് പോകും. ദാറ്റ്സ് ഓൾ. നത്തിങ് എൽസ് ഈസ് ഡൺ. ഒരു പെനട്രേഷൻ ഒന്നുമില്ല മറ്റുള്ള ജീവികളിലുള്ള പോലെ. അപ്പം ഈ ആൺമയിലിൻ്റെ ഫെദറിൻ്റെ മുകളിലുള്ള ഒരു പ്രത്യേക രാസവസ്തു ആ മയിലിൻ്റെ സൃഷ്ടിയിൽ അതിനുള്ളൊരു പ്രത്യേക സംവിധാനമാണ് അങ്ങനൊരു പൊടിയെ അതിലുണ്ടാക്കുന്നത്. ഈ മയിൽപ്പീലിയുടെ മെറ്റീരിയൽ ഓഫ് മേക്ക് എന്താ നമുക്കറിയില്ല. എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ് ആ മയിൽപ്പീലിയുടെ മെറ്റീരിയൽ ഓഫ് മേക്ക് അറിയില്ല. നമുക്കറിയോ എന്താണ് എന്ത് കെമിക്കൽ കൊണ്ടാണ് ഈ മയിൽപ്പീലി ഉണ്ടായിരിക്കുന്നത്? എത്ര അനലൈസ് ചെയ്താൽ നമുക്ക് കിട്ടില്ല. മയിൽപ്പീലി അല്ല, ഒന്നും കിട്ടില്ല. നമ്മുടെ നാവ് ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാവിൻ്റെ മെറ്റീരിയൽ ഓഫ് മേക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടോ വല്ലവരും? എന്തെങ്കിലും പേരുണ്ടോ അതിൻ്റെ സയൻസിൽ ഈ നാവിൻ്റെ മെറ്റീരിയലിന്? ഫ്ലഷ് എന്ന് പറയാമെന്നല്ലാണ്ട് എന്താണ് അതിൻ്റെ വലിയ പേരുണ്ടോ? ഗഗബുഗായെന്നോ അല്ലെങ്കിൽ കിണ്ടാമുണ്ടി എന്തെങ്കിലും ഒരു പേരുണ്ടോ അതിന്? ആർക്കറിയാം? അതുപോലെ തന്നെ ഈ മയിലിൻ്റെ ഫെദറിൻ്റെ മുകളിൽ, ചിറകിൻ്റെ മുകളിൽ, ആൺമയിലിൻ്റെ ചിറകിൻ്റെ മുകളിൽ ഒരു പ്രത്യേക രീതിയിൽ ആ ചിറക് നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാസവസ്തു പെൺമയിലിൻ്റെ ചിറകിൻ്റെ മുകളിൽ പോയി വീണ് കഴിഞ്ഞാൽ ഒരു നിർദ്ദിഷ്ട സമയത്ത് അത് അവിടുന്ന് പാറി അതിൻ്റെ യൂട്രസിൽ സ്ഥാനം പിടിക്കണം. അതാണ് പോളിനേഷൻ, അതാണ് അവരുടെ ഫെർട്ടിലൈസേഷൻ, അതാണ് അവരുടെ എന്താ പറയുക ഇംപ്രഗനേഷൻ. അങ്ങനെ ഒരു നിഷ്കാമ കർമ്മത്തോടുകൂടി ഉള്ളൊരു പ്രക്രിയയിൽ ഉള്ളൊരു യജ്ഞത്തിൽ ഉണ്ടാകുന്ന സന്തതിയാണ് മയിൽ സന്തതി. അപ്പം അതിൻ്റെ അങ്ങനെയുള്ള മയിലിൻ്റെ പീലി എടുത്ത് തലയിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ആ മയിൽപ്പീലി എന്ന് പറയുന്നത് ഇസ് ഇറ്റ് നോട്ട് ദി എൻഡ് പ്രോഡക്റ്റ് ഓഫ് എ നിഷ്കാമ കർമ്മം? നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും യജ്ഞവും യാഗവുമാക്കിയിട്ട് മാറ്റി നിഷ്കാമ കർമ്മത്തോടു കൂടി ചെയ്ത് ആ റിസൾട്ട് വരുന്നത് കർമ്മഫലം എന്താ വെച്ചാൽ അത് സ്വീകരിക്കുക. അതല്ലേ സനാതന ധർമ്മം പഠിപ്പിച്ചിരിക്കുന്നത് നമ്മളെ. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഡക്റ്റ് അതല്ലേ? നിഷ്കാമ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലമല്ലേ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത്? അതുകൊണ്ടാണ് മയിൽപ്പീലി എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. യോജിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ രാഷ്ട്രത്തിന് മയില് ഒരു നാഷണൽ ആനിമലായിട്ട് കണക്കാക്കാൻ കാരണം. അല്ലാണ്ട് ഡെമോക്രസി വോട്ട് ചെയ്ത് നോക്കിയിട്ടല്ല. വോട്ട് ചെയ്താൽ കാക്കയ്ക്കാണ് കിട്ടുക. വോട്ട് ചെയ്താൽ നാഷണൽ ബേർഡ് ഇന്ത്യയിലെ കാക്കയാണ്. കാക്കയെ നാഷണൽ ബേർഡ് ആക്കിയാലത്തെ കഥ അറിയാലോ. എന്നും പിന്നെ പെണ്ണമ്മപ്പാവും കയ്യോട്ടിലും. അപ്പോൾ അത് ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ തിരഞ്ഞെടുത്ത പക്ഷിയൊന്നുമല്ല ഈ മയില എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗോട്ട് എ സിംബോളിക് അണ്ടർസ്റ്റാൻഡിങ്, ഒരു സിംബോളിക് എന്താ പറയുക എസൻസ്. അതുകൊണ്ടാണ് ശിഖണ്ഡി എന്ന് പറയാൻ കാരണം. ശിഖണ്ഡി മനസ്സിലായോ? ഇത് ഒബ്സർവേഷൻ 100% ശരിയായിക്കൊള്ളണമെന്നില്ല. ഞാൻ എന്നാലാവുന്ന ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ചിട്ടുള്ള ചില പറഞ്ഞ് കേട്ടിട്ട് അതിൻ്റെ മുകളിൽ ഡെവലപ്പ് ചെയ്ത് ഗൂഗിളൊക്കെ പോയി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഏതാണ്ട് കിട്ടിയിട്ടുള്ളൊരു ഒരു
അറിവ് പങ്കുവയ്ക്കുന്നു എന്നേ ഉള്ളൂ. തെറ്റായിരിക്കാം, തെറ്റുവല്ലതും ഉണ്ടെങ്കിൽ വിവരം ഒന്ന് അറിയിച്ചാൽ തെറ്റില്ല. ഐ വിൽ സ്റ്റാൻഡ് മൈ സെൽഫ് കറക്റ്റഡ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. ഇതിൽ വേരിയേഷൻസ് ഉണ്ടാവാം. പറഞ്ഞത് മുഴുവൻ അങ്ങോട്ട് സത്യമായിക്കൊള്ളണമെന്നില്ല, മുഴുവൻ അസത്യമായിക്കൊള്ളണമെന്നില്ല, മുഴുവൻ അസത്യം ആവാതിരിക്കാനും വഴിയില്ല, ആയിക്കൂടാന്നുമില്ല, മുഴുവൻ സത്യവുമാവാം. ഏതായാലും ഏത് വേരിയേഷൻ ആയാലും ഏതാണ്ടൊക്കെ ശരിയല്ലേ എന്ന് നോക്കുക. ശരിയാണെങ്കിൽ നമ്മുടെ പണ്ടത്തെ ഋഷിമാർക്കൊരു നമസ്കാരം കൊടുക്കുക. ശരിയല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയാം, അതേ ആ പറഞ്ഞതിൽ ചിലപ്പോൾ തെറ്റുണ്ട് കേട്ടോ, അത് ഇനി എവിടെയും പറയണ്ട. ഓ സന്തോഷം, അത്രയുള്ളൂ, ബസ്. അപ്പോൾ നമുക്ക് ശിഖണ്ഡി എന്നുള്ളത് അവിടെ നിർത്താം. ഇനി നഹുഷ 312. നഹുഷ എന്ന് വെച്ചെങ്കിൽ നഹനം എന്നാൽ ബന്ധനം എന്നർത്ഥം. നഹനം ബന്ധിക്കുക. നഹുഷ എന്ന് വെച്ചാൽ ബന്ധനം സ്വഭാവമാക്കിയവൻ, ബന്ധിക്കുന്നവൻ. വൺ ഓഫ് ഹിസ് വർക്ക്, വൺ ഓഫ് ഹിസ് ജോബ് കണ്ടന്റിലെ ഒരു ജോബാണ് ഭഗവാന് ബന്ധിക്കുക. സൃഷ്ടി കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ ലീല തുടങ്ങും. ഈ ലീല എന്താ? ഈ ബന്ധിക്കലാണ് ഭഗവാന്റെ ലീല മുഴുവൻ. ഭഗവാന്റെ ലീല എന്ന് പറയുന്നത് ജീവികളെ ബന്ധിക്കുക, കയറില്ലാതെ കെട്ടിയിടുക, മായാബന്ധനം. തൻ്റെ പൂർണ്ണ സ്വാധീനത്തിൽ ഉള്ള മായയെ അജ്ഞാനം കൊണ്ട് വലവീശി എല്ലാ സൃഷ്ടികളെയും ബന്ധനസ്ഥനാക്കുന്നു. എല്ലാവരും വലവീശി പിടിക്കും ഈ അജ്ഞാനം എന്ന് പറഞ്ഞ സാധനം. അറിവില്ലായ്മ. എന്താ അറിവില്ലായ്മ? ഞാൻ ആദ്യം പറഞ്ഞു, രണ്ട് കാര്യം നമുക്ക് അറിവില്ലായ്മ. ഞാൻ ആരാന്നും അറിയില്ല, ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്നും അറിയില്ല. അത് രണ്ടും അജ്ഞാനത്തിൽ നിന്നുണ്ടാവുന്ന സന്തതികളാണ്. ഇഗ്നറൻസ്, non-apprehension of the reality. That is what creates misapprehension. അല്ലാത്ത കാര്യമാണ് എന്നറിയുന്നതാണ് മിസ്അപ്രിഹെൻഷൻ. അത് കംസ് ഫ്രം നോൺ ആപ്രിഹെൻഷൻ ഓഫ് റിയാലിറ്റി. സത്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് പാമ്പ് കയറായത്, ഇലക്ട്രിക് പോസ്റ്റ് ഗോസ്റ്റായത്, അല്ലേ? അല്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ? അറിഞ്ഞാൽ അറിയില്ല, എന്തും അറിയില്ല നമുക്ക്. അപ്പോൾ ആ മായയായിട്ട് കളിപ്പിച്ച് മനുഷ്യനെ എങ്ങനെ ബന്ധസ്ഥനാക്കുക. അവരുടെ കർമ്മഫലം കൊണ്ട് ഫലേച്ഛ കൂടാതെ പ്രയത്നിക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ, ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ, യെസ്, അവരെ അങ്ങനെ ബന്ധിക്കില്ല, അവരെ വിട്ടുകൊടുക്കും. അല്ലാത്തവരൊക്കെ പെടുന്നുള്ള കാര്യം ഉറപ്പ്. ഫല ഇച്ഛ കൂടാതെ കർമ്മം ചെയ്താൽ മാത്രമേ പ്രാരാബ്ധം നശിക്കുള്ളൂ, അല്ലേ? നമ്മുടെ പ്രാരാബ്ധം കാരണമല്ലേ നമുക്ക് ഈ അജ്ഞാനം വന്നത്. അജ്ഞാനം പ്രാരാബ്ധം കൊണ്ടുവന്നതല്ലേ. അതെങ്ങനെയാണ് നശിപ്പിക്കുക? നിഷ്കാമകർമ്മം ചെയ്യണം. നിഷ്കാമകർമ്മം ചെയ്താലേ പ്രാരാബ്ധം നശിക്കുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യുന്ന കർമ്മമൊക്കെ നിഷ്കാമമാകണം, പ്രാരാബ്ധം കൂട്ടാനുള്ള കർമ്മങ്ങളല്ലേ. അജ്ഞാനത്തിൻ്റെ പ്രഭാവം കൊണ്ട് നമ്മളൊക്കെ, നമ്മുടെ കർമ്മങ്ങളൊന്നും ശുദ്ധമാകുന്നില്ല. ഒക്കെ അശുദ്ധമായിട്ടുള്ള കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ കർമ്മങ്ങളും അശുദ്ധമാണ്, ഒക്കെ തൊട്ട് അശുദ്ധമാക്കും. ശുദ്ധമായിട്ടുള്ള കർമ്മം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളുടെ ഉള്ളിലുള്ള രാക്ഷസീയ സ്വഭാവമുള്ള വ്യക്തികൾ മീൻസ് ശക്തികൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മം മലിനീകരിക്കും. കാമക്രോധ ലോപമോഹമത മത്സരങ്ങളൊക്കെ കൂടി വന്നിട്ട് അതിനിട്ട് അങ്ങോട്ട് കലക്കും. ആ വെള്ളം അങ്ങോട്ട് കലക്കും. നമ്മളുടെ ആ സ്ട്രീം ഓഫ് ആക്ഷൻ ഇട്ട് കലക്കും, കലക്കിയ വെള്ളമാക്കും. അതൊക്കെ ഉള്ളിൽ രാക്ഷസന്മാരാണ് ചെയ്യണത്. രാക്ഷസ ശക്തികൾ വന്നിട്ടാണ് ഈ സ്ട്രീമിനെ അശുദ്ധമാക്കണത്. എന്തായിരുന്നു ഞാൻ ജ്ഞാനമായിട്ടും യാഗമായിട്ടും ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന സൽക്കർമ്മം, ആ സൽക്കർമ്മത്തിനെ ദുഷ്കർമ്മമാറ്റി മാറ്റുന്നത് ആരാ? കാമക്രോധ ലോപമോഹ മത മത്സരങ്ങളായിട്ടുള്ള രാക്ഷസീയ സ്വഭാവമുള്ള എൻ്റെ കാമനകൾ.
വെറുതെ അല്ല. 14 വയസ്സിൽ രാമലക്ഷ്മൺ 16 വയസ്സിൽ രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിട്ട് വിശ്വാമിത്രൻ കൊണ്ട് വിളിച്ചത്. താടക ഇത്യാദിയുള്ള അസുര ശക്തികളൊക്കെ ഞങ്ങൾ ചെയ്യുന്ന യാഗങ്ങളും യജ്ഞങ്ങളും മുടക്കുന്നു, അത് അശുദ്ധമാക്കണു, ഒന്ന് രക്ഷിക്കുക, ആ ഉപദ്രവത്തിൽ നിന്നൊന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞ് കൊണ്ടുപോയത് എന്തിനാ? വെറുതെ അല്ല. അവിടെ ലോകബന്ധുവായിട്ടുള്ള, ലോക നന്മ ആഗ്രഹിക്കുന്ന, ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള മന്ത്രം കൊണ്ട് നടക്കുന്ന ഒരു മഹർഷിയാണ് വിശ്വാമിത്രൻ, ദ ഫ്രണ്ട് ഓഫ് ദി വേൾഡ്, യൂണിവേഴ്സ്, സിറ്റിസൺ ഓഫ് ദ വേൾഡ്, വസുദൈവ കുടുംബകം എന്നൊക്കെ പറയില്ലേ, ആ ആശയത്തോട് കൂടിയിട്ടുള്ളൊരു മഹാവ്യക്തി ഈ ലോകസംഗ്രഹത്തിന് വേണ്ട ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മലിനമാക്കുന്നു. എൻ്റെ ഉള്ളിലുള്ള കാമക്രോധ ലോകമോഹമുള്ള മത്സര്യാദികൾ. അവരെ നശിപ്പിക്കാനായിട്ട് നമുക്കൊരു താടക ഉണ്ടാക്കി തന്നു, ഒരു മാരീചനെ ഉണ്ടാക്കി തന്നു, രാമൻ ഉണ്ടായി, ഒരു ലക്ഷ്മണൻ ഉണ്ടായി, ഒരു വിശ്വാമിത്രൻ ഉണ്ടായി. നമ്മളിപ്പോൾ അതൊക്കെ തന്നെ ചെയ്യണത്. എൻ്റെ വീട്, എൻ്റെ നാട്, ഇതൊന്നും നോക്കാണ്ട് ഒരു വസുദൈവ കുടുംബമായിട്ടാണ് വിശ്വാമിത്രൻ വന്നത് അവിടെ. നമ്മൾ ആ ലെവലിലേക്ക് നമ്മുടെ പരിമിതമായിട്ടുള്ള കാലദേശ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മളത് ചെയ്യണ്ടേ? അത് ചെയ്യാൻ നമുക്ക് സാധിക്കാത്തത് എന്താ കാരണം? നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ടശക്തികൾ മാരീചനും എന്താ പറയുക താടകയൊക്കെ ഉള്ളിൽ നിന്ന് ഉടലെടുക്കുകയാണ്. അപ്പം നമ്മളിലുള്ള രാമനും ലക്ഷ്മണനും ജനിക്കണ്ടേ? രാമത്വവും ലക്ഷ്മണത്വവും നമ്മളിലുള്ളത് ജനിക്കണ്ടേ? നമ്മളുടെ ഈശ്വരത്വം പുറത്തേക്ക് വരുത്തണ്ടേ നമ്മൾ? അതെങ്ങനെ വരുത്തും? നേരത്തെ പറഞ്ഞത് തന്നെ, നാമസങ്കീർത്തനം, ഈശ്വരാരാധന. അതുകൊണ്ടല്ലേ വിശ്വാമിത്രൻ അവിടെ പോയത്. ദശരഥൻ പറയും 16 വയസ്സ്, ഷോഡവത്സര വസ്ത്രാണി രാമം രാജീവലോചനൻ. 16 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ വിശ്വാമിത്രൻ എന്താ പറയുക? ഷോഡവത്സര ശസ്ത്രാണി, അതന്നെ എനിക്ക് ആവശ്യം. അവർക്ക് 16 വയസ്സ് കൂടുതലാൻ പാടില്ല. ഐ വാണ്ട് ദ യൂത്ത്. എനിക്ക് ചെറുപ്പക്കാരെയാണ് ആവശ്യം, അല്ലാണ്ട് പ്രായമായിട്ടുള്ള വാലുമൂത്ത കുരങ്ങന്മാരല്ല എനിക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് രാജ്യത്തിനെ സേവിക്കാനും രാജ്യത്തിനെ രക്ഷിക്കാനും രാജ്യത്തിനെ അപകടത്തിൽ നിന്ന് വരുത്താനും ഒക്കെ ആരാ നമുക്ക് ആവശ്യം വേണ്ടത്? നമ്മളുടെ യൂത്ത്. ആ യൂത്താണ് നമ്മളുടെ വെൽത്ത്. രാമായണത്തിൽ നമ്മൾ പഠിക്കുന്ന പാഠം അതൊക്കെയാണ്. യുവാക്കന്മാരും യുവതികളുമാണ് നമ്മളുടെ രക്ഷ. നമ്മുടെ രക്ഷാ കവചം അവരാണ്. ആ പ്രായത്തിൽ അഭ്യസിക്കണം വേദാന്ത പഠനം. ആ പ്രായത്തിൽ അവരുടെ മനസ്സിൽ കുത്തിവെക്കണം. ചെറുപ്പത്തിലേ, ബാല്യകാലത്തിലേ കുത്തിവെക്കണം. നല്ല യൗവനമാകുമ്പോഴേക്കും കുറച്ച് ചെറിയൊരു ഇത് കാണുള്ളൂ. അല്ലാണ്ട് വയസ്സായിട്ട് 70, 80, 90 വയസ്സൊക്കെ ആയിട്ട് ഞാൻ നാളെ തൊട്ട് രാമായണം വായിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാര്യമില്ല എന്നല്ല, വലിയ കാര്യമൊന്നുമില്ല, അത്രേ പറഞ്ഞുള്ളൂ. ചെറുപ്പത്തിലേ ഉണ്ടെങ്കിൽ ചൂണ്ടിനാണ്. അതൊന്നും നമ്മൾ ചെയ്യില്ല. നമ്മളുടെ കുട്ടികൾക്ക് ഇവ കാര്യങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുക്കില്ല. അതൊക്കെ പിന്നെ ആവാന്നേ, അതൊന്നും കുട്ടികൾ പഠിക്കേണ്ട കാര്യമല്ല. എന്നിട്ട് എന്താ? അവർ വഴി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ യൂത്ത് ഈസ് യൂസ്ലെസ്, ചിൽഡ്രൻ ആർ യൂസ്ലെസ്, യങ്സ്റ്റേഴ്സ് ആർ യൂസ്ലെസ്. അവർ യൂസ്ലെസ് അല്ല, അവർ യൂസ്ഡ് ലെസ്സാണ്. The youth of this country is not useless, they are used less. അവരെ വേണ്ട പോലെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അരവുറ്റ നല്ലൊരു ഇൻസ്ട്രുമെൻ്റ്, ആയുധം കയ്യിൽ തന്നിട്ട് നമ്മൾ വേണ്ട പോലെ മാങ്ങയെത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? സ്ക്രൂ മുറുക്കാനോ? ആ കത്തിയും കൊണ്ട് ഉപയോഗിക്കണം. എന്നിട്ട് ഈ കത്തി യൂസ്ലെസ് ആണെന്നും പറയും. യൂസ്ലെസ് അല്ല, യൂസ്ഡ് ലെസ്സാണ്. മനസ്സിലായില്ലേ? അപ്പം അതൊക്കെ സാധിക്കണമെങ്കിൽ നമുക്ക് വെറും IQ പോരാ, ഇൻ്റലക്ച്വൽ കോഷ്യൻ്റ് മാത്രം കുട്ടികളെ പഠിപ്പിച്ചാൽ പോരാ. അവർക്ക് ഇൻ്റലിജൻസ് മാത്രം ഉണ്ടായിട്ട് പോരാ, IQ മാത്രം പോരാ, ഒരു IK കൂടെ വേണം. ഈശ്വരകൃപയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അതിന് സാധിക്കുള്ളൂ. ആ ഈശ്വരകൃപ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ അവരുടെ മനസ്സിൽ ഈ പോളിയോ വാക്സിനേഷൻ പോലെ കുത്തിവെക്കണം, പീരിയോഡിക്കലായിട്ട്, വേണ്ട സമയത്ത്. എല്ലാ സമയവും അവർ അതിനുവേണ്ടി ചിലവഴിപ്പിക്കണം എന്നോ അല്ലെങ്കിൽ പുരാണം പറഞ്ഞ് ക്ലാസ് നെഗ്ലക്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം.
അവരെ ആ സമയത്ത് പഠിപ്പിക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഈ രാക്ഷസീയ എന്താ പറയുക ആക്രമണങ്ങളിൽ നിന്ന് ആ കുട്ടികളെ നമുക്ക് നാളെ രക്ഷിക്കാൻ പറ്റൂ. അങ്ങനെ ആവുമ്പോൾ ഭഗവാന്റെ ബന്ധനം നമുക്ക് ഒഴിഞ്ഞു കിട്ടും. ഭഗവാന്റെ ബന്ധനം എന്ന് പറയുന്നത് ആരാ? നമ്മുടെ ബന്ധനം തന്നെയാണ്. ഈ ക്രോധ ലോഭ മോഹം അല്ല മത്സര്യാദികളുടെ ബന്ധനം തന്നെയാണ്. കർമ്മം ചെയ്യേണ്ട നേരത്തെ ശേഷിയില്ല. ക്രിയാശക്തി ഇല്ല. ഇച്ഛാശക്തി ഉണ്ട്, ജ്ഞാനശക്തി ഉണ്ട്, ക്രിയാശക്തി 0. അത് ശേഷിക്കണം, അത് വർദ്ധിക്കണം. എന്നാലേ നഹുഷ ബന്ധനത്തിൽ നിന്ന് നമുക്ക് മുക്തിയാവണം. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ എന്ന് പറയില്ലേ? അസംഗമായിട്ടുള്ള ശസ്ത്രം കൊണ്ട്, ഡിറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള അസ്ത്രം കൊണ്ട് ദൃഢേന ചിത്വ, ഡിറ്റർമിനൻ്റ്ലി, കോൺഫിഡൻ്റ്ലി കട്ട് ഓഫ് unnecessary ബന്ധം arising out of stupid കാമക്രോധ ലോഭ മോഹ മത മാത്സര്യം. അതാണ് നഹുഷ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കിന്ന് ഇപ്പോൾ തൽക്കാലം ഇവിടെ നിർത്താം. നഹുഷ എന്ന് കഴിഞ്ഞു. ഇനി അടുത്തത് വൃഷ എന്നുള്ളതാണ്. അത് ഇന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്ക് ഒരു കുറച്ച് സമയം മയിലിൻ്റെ പിന്നാലെ പോയി നമ്മൾ. സാരില്ല, ഒരു ഇൻഫർമേഷൻ അല്ലേ. അപ്പം അടുത്ത വൃഷ എന്നുള്ള നാമം നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ രക്ഷിക്കണേ.